അങ്ങനെ ചെന്നൈ അടുത്തൊരു മത്സരം കൂടി ജയിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ചെന്നൈ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ധോണിയല്ല ഇപ്രാവശ്യം ചെന്നൈയുടെ ക്യാപ്റ്റൻ. എന്നിട്ടും ഋതുരാജ് നല്ല രീതിയിൽ ചെന്നൈ ടീമിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇപ്പോഴിതെന്ന് മുംബൈക്കെതിരെ വിജയം നേടി ഋതുരാജ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ അങ്ങനെ നാണം കെട്ടിയിരിക്കുകയാണ്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിച്ചിട്ടും മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. സൂര്യ ഡെക്കിൽ പുറത്തായത് മുംബൈക്ക് പണിയായിരുന്നു. ഇന്ന് CSK കളി ജയിച്ച് ഋതുരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. മുംബൈക്കെതിരെ എന്ത് വില കൊടുത്തും ജയിക്കണമെന്നാണ് ധോണി എന്നോട് പറഞ്ഞത്. മുംബൈക്കെതിരെ എപ്പോഴും ഞങ്ങൾ നല്ല കളി പുറത്തെടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, MS ധോണിയും ഇന്ന് മികച്ച കളി പുറത്തെടുത്തു. അദ്ദേഹത്തിൻ്റെ 3 6 ഗംഭീരമായിരുന്നു. ഈ വയസ്സിലും ധോണി ഇങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ ആരും തന്നെ കരുതിയില്ല. ധോണിയുടെ ആ 3 6 ആണ് ഞങ്ങൾക്ക് ഇന്ന് മികച്ചൊരു ടാർഗറ്റ് സമ്മാനിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് മുംബൈ കളി ജയിച്ചേനെ. അതുകൊണ്ട് വിജയത്തിൽ ക്രെഡിറ്റ് ധോണിക്കുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ധോണി ക്യാപ്റ്റൻസിയിൽ പറഞ്ഞു തന്നു. മുംബൈയെ ഇന്ന് പെട്ടെന്ന് വീഴ്ത്തിയത് ധോണിയുടെ തന്ത്രമായിരുന്നു. സൂര്യയ്ക്ക് പോലും ഇന്ന് ഫോമാകാൻ സാധിച്ചില്ല. എന്തായാലും കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ഋതുരാജ് വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. അങ്ങനെ അടുത്തൊരു മത്സരം കൂടി ജയിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ചെന്നൈ ടീമിൽ എല്ലാവരും ഫോമിലാണ്. പ്രത്യേകിച്ച് MS ധോണി. ധോണിയുടെ ആ ഹാട്രിക് 6 ആരാധകരിൽ രോമാഞ്ചമുണ്ടാക്കി. അതും പാണ്ഡ്യക്കെതിരെയാണ് ധോണി 6 വായിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് CSK കളി ജയിച്ചത്. ഇല്ലെങ്കിൽ രോഹിത് ശർമ്മ ഈസിയായിട്ട് മുംബൈ ടീമിനെ ജയിപ്പിച്ചേനെ. പക്ഷേ CSK കളി ജയിച്ചാലും രോഹിത് ശർമ്മയുടെ 105 റൺസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്നാണ് രോഹിത് ശർമ്മ അടിച്ചുകൂടിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.